ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്ന റെസിപ്പിയിലേക്ക് സ്വാഗതം. എങ്ങോട്ടാ പോന്നേ? ക്രൂസ്. എന്ത് ക്രൂസ് ഷിപ്പ്? അങ്ങനെ നമ്മൾ നമ്മുടെ ക്രൂയിസ് ഷിപ്പിൽ കയറാനുള്ള യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ ഏകദേശം 8 മണിക്കാണ്, രാവിലെ 8 മണിക്കാണ് പുറപ്പെട്ടത്. നമ്മൾ കോഴിക്കോട് നിന്നാണ് പോകുന്നത്. അപ്പോൾ എറണാകുളത്താണ് ഈ ഒരു ഷിപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മളൊരു 3 മണിയാകുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം. 4 മണിക്കാണ് നമ്മൾ ഈ ഒരു ഷിപ്പിൽ കയറുന്നത്. അങ്ങനെ നമ്മൾ അവിടേക്കുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 3 മണിയൊക്കെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ എഴുതിയതാണ് ജെട്ടി. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ക്രൂസ് കപ്പൽ. അങ്ങനെ ഷിപ്പിൽ കയറാനുള്ള ആളുകളൊക്കെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആധാർ കാർഡൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആധാർ കാർഡ് വെരിഫൈയിലും അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാൻ പോവുകയാണ്. ബാഗൊക്കെ ചെക്ക് ചെയ്യണ്ടോ? അങ്ങനെ നമ്മൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡും അങ്ങനെ ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഓരോരുത്തരായിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. അങ്ങനെ 200ഓളം പാസഞ്ചേഴ്സാണ് കേട്ടോ ഒരു സമയത്ത് ഈ ഷിപ്പിലുണ്ടായിരിക്കുക. നമ്മൾ ഈവനിങ് ആണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. മോർണിംഗിലും ഉണ്ട് കേട്ടോ ഒരു ഷിഫ്റ്റ്. ഉള്ളിൽ കയറിയപ്പം തന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ആംബിയൻസ് ആണ് ഉള്ളത്. ഒരു ഈജിപ്ഷ്യൻ ഒരു തീമാണ് കേട്ടോ. ഇത് ഈജിപ്തിലെ ക്യൂനാണ്. ആ ഒരു ക്യൂൻ ബേസ് ചെയ്തിട്ടുള്ളൊരു തീമാണ് ഈ ഒരു കപ്പലിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ഹാളിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്കില് എങ്ങനെയുണ്ട്? കുടിച്ചോക്കെ. എന്നിട്ട് നമ്മള് ജ്യൂസ് കുടിക്കണേ. ജ്യൂസ് എങ്ങനെയുണ്ട്? വെൽക്കം ഡ്രിങ്ക് എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ഷിപ്പിൽ കയറി ഗൈസ്. നമ്മള് ഷിപ്പിലെത്തി. ഹലോ. പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. ഷിപ്പിൽ കയറി യാത്ര തുടങ്ങിയാണ്. എന്നാണ് അതിന് അതിന് മുകളിലാണ് ഓപ്പൺ. അവിടെയാണ് അതുപോലെ നമ്മൾ കൂടുതൽ പ്രോഗ്രാം സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. സപ്പോർട്ട് ചെയ്യില്ലേ? തിരക്കിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിൽ ഒരു അല്പം ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ടൂറുകൾ പോകുന്നത്.
നമ്മൾ വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും അതുപോലെ തന്നെ സേഫ്റ്റീൻ്റെ ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഷിപ്പ് പുറപ്പെട്ടു. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി തിയേറ്റർ ഉണ്ട്. അവിടെ ഫിലിം പ്ലേ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കാണാം. ഇനി എന്താ പറയുക, ഇത് 5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഈ ഒരു ഷിപ്പിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ മുകളിൽ പോയിട്ട് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. എന്താ പറയുക, ഗെയിംസും കാര്യങ്ങളും കുറച്ച് ടോയ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ കടലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 25 കിലോമീറ്ററോളം ഈ ഷിപ്പ് ഉൾക്കടലിലേക്ക് പോകുന്നതാണ്. Left side you can see the Jenga service. It's under the control of Sarkar. അത് കഴിഞ്ഞിട്ട് ഇനി ഷിപ്പിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിലാണ് കേട്ടോ അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട് കേട്ടോ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷിപ്പിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ച നല്ല ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു ഫീലിംഗ് തന്നെയാണ്. പിന്നെ 200ഓളം യാത്രക്കാരുണ്ടായിരുന്നു ഈ ഒരു ഷിപ്പിൽ. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ആളുകളും അവരുടെ ആ സ്റ്റാഫുകളും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അത് സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. കിഡ്സ് ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്താ പറയുക ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന ഹാളുള്ളത്. ഒരു വലിയൊരു ഹാളാണ്. അവിടെ നമുക്ക് ചായയും പഴംപൊരിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് നമ്മൾ പതുക്കെ റിലാക്സ് ചെയ്ത് പിന്നെ അവിടെ തന്നെ ഡ്രിങ്ക്സ് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതായത് യൂണിസെക്സ് ആണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വന്നിട്ട് അവിടെ ഡ്രിങ്ക്സ് കഴിക്കാം. അതിൽ ആൽക്കഹോളിക്കും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ പെയ്ഡാണ് കേട്ടോ. നമ്മളൊരു മോക്ടെയിൽ വാങ്ങിക്കുകയാണ്. You should change to a real security architect. Because it's an opportunity. You can learn ATM work, you can learn all aspects of security. And it would be good for him. But he's got to apply himself. അങ്ങനെ നമ്മൾ മോക്ടെയിലൊക്കെ കുടിച്ച് അങ്ങനെ ആസ്വദിച്ചു. ഇനി നമ്മൾ മുകളിൽ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. Kasturi mambara, ayo,
അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉൾക്കടലിലേക്ക് എത്തി. ഉൾക്കടലെത്തുമ്പോൾ നമുക്ക് റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 4 സൈഡിലും ചുറ്റും കടൽ തന്നെയാണ്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഫുള്ള് കടലായിട്ട് നല്ലൊരു കാഴ്ചയാണ്. ഇടിയപ്പം ചപ്പാത്തിയൊക്കെ എടുത്തോളൂ. 7 മണിയാകുമ്പോൾ തന്നെ ഡിന്നർ അവർ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഉണ്ടായിരുന്ന മെനൂസാണ് ഇതെല്ലാം. ഇടിയപ്പം ഉണ്ടായിരുന്നു, ചപ്പാത്തി, പിന്നെ റൈസ്, പിന്നെ ചിക്കൻ കറി, മട്ടൻ്റെ കറി, പിന്നെ നമ്മൾ പാസ്ത ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പനീർ കറി ഉണ്ടായിരുന്നു, വെജ്, പിന്നെ വെജിറ്റബിൾ പുലാവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്ക് ഡെസേർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു പുഡിങ്ങും അതുപോലെ തന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവരുടെ മെനു എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്ന ഹാളിൽ ലൈവ് മ്യൂസിക്കും കൂടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് DJ പാർട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 9 മണിയായപ്പോൾ നമ്മൾ ഷിപ്പ് നമ്മൾ തിരിച്ച് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ 9 മണിയായപ്പോൾ തന്നെ ഷിപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഒരു ദിവസം. നമ്മൾ 4 മണിക്ക് കയറിയിട്ട് കറക്റ്റ് 9 മണിയായപ്പോൾ തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ ഒരാൾക്ക് എത്ര റേറ്റ് ആയി എന്നൊക്കെ ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്. Keep you in my heart is where you are. I still think of you.